പല വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ചില അസൂയ തോന്നാറുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയൊക്കെ വീഡിയോ നമ്മൾ കാണാറുണ്ട്. അതുപോലെ മാഷന്മാരുടെ കൂടി ഒരു മൊട്ട മാഷ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നമുക്ക് ഭയങ്കര ഇതായ അപ്പോൾ അത് ഇവരൊക്കെ പഠിപ്പിക്കുന്ന കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട്. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അധ്യാപകന്മാരൊക്കെ എവിടെയായിരുന്നു? നമ്മളെ മൊട്ടേന്നും കുരങ്ങേന്നും കഴുതേന്നും ഒക്കെ വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച ടീച്ചർമാർ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇന്നും നമുക്ക് കാണുമ്പോൾ അവരോട് ദേഷ്യമാണ്. കാരണം നമുക്കൊരു മനസ്സിലൊരു സ്ഥാനം ഒരു തൂക്കം അവർക്കില്ല. നമ്മൾ അധ്യാപകരായിരുന്നിട്ട് പോലും എന്തുകൊണ്ടില്ല വെച്ചാൽ അവർ ആ പെരുമാറിയ രീതി വളരെ റഫും അവരുപയോഗിച്ച പദങ്ങൾ വളരെ മോശമായ പദങ്ങളായതുകൊണ്ടാണ്. അതേപോലെ നമ്മളിപ്പോൾ മറ്റൊരു വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ഡ്രൈവിംഗ് ഒക്കെ ബന്ധപ്പെട്ട് കുട്ടികളെയൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വീഡിയോസുകൾ. അപ്പോൾ വളരെ ക്ലിയറായി വളരെ നല്ല രീതിയിൽ ഗിയറൊക്കെ പറഞ്ഞു കൊടുത്ത് വളരെ നല്ല രീതിയിൽ വളരെ നല്ല സ്വഭാവത്തോടെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് എൻ്റെ മോണിറ്റൊക്കെ ഫ്രണ്ടൊക്കെ തുറന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അതുപോലെ ഗിയറിൻ്റെ കാര്യങ്ങളും ഒരു സ്പീഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒന്നും ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്ത് ശേഷം വണ്ടി എടുത്ത് ഇങ്ങനെ മൂവ് ആദ്യം ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നല്ല ക്ലിയറിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. മോശം പറയുന്ന ആളുകളില്ല എന്നല്ല, പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ റഫായിട്ടായിരുന്നു മാഷന്മാർ ഉപയോഗിച്ചിരുന്നത് അല്ലേ? അങ്ങനെയാടാ ഇങ്ങനെയാടാ ഇതെന്തിങ്ങനെ എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ റഫായിട്ടായിരുന്നു നമ്മളൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുമ്പോൾ വളരെ കൂളായിട്ട് വളരെ സില്ലായിട്ട് വളരെ സാവധാനത്തോടെ ആളുകൾ വളരെ ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അതേപോലെ നമ്മൾ പല സ്ഥലത്തും ടൂർ പോകാറുണ്ട്, പല കാഴ്ചകൾ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ പകർത്താനുള്ള ഒരു കഴിവ് അത് കൃത്യമായിട്ട് ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. കൃത്യമായി പകർത്താൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളെവിടെയൊക്കെ പോയി നമ്മൾ എന്തൊക്കെ സ്ഥലം കണ്ടു. പക്ഷെ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആക്കാൻ ഇങ്ങനെ ഒരു എഡിറ്റ് ചെയ്യാൻ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്തില്ലല്ലോ എന്നൊരു കുറ്റബോധം. അതുപോലെ അവരോടുള്ള ചെറിയൊരു അസൂയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അസൂയ മനസ്സിലുണ്ടാകുക എന്നത് വലിയൊരു തെറ്റൊന്നുമില്ല. കാരണം കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പോൾ നമുക്കറിയാം, ചെറിയ കുട്ടികളെ നമ്മളെടുക്കുന്ന സമയത്ത് നമുക്കിഷ്ടപ്പെട്ട നമ്മളെ ചെറിയ കുട്ടികളെ നമ്മളെടുക്കുമ്പോൾ നമ്മളവരെ വെറുതെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ കുട്ടി നമ്മളെടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ അനിയത്തിൻ്റെയോ ഏട്ടത്തിൻ്റെയോ മൂത്തമ്മാൻ്റെ നമ്മളുമായി ബന്ധപ്പെട്ട കുട്ടികളെ നമ്മളെടുക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അടുപ്പമില്ല കുട്ടിക്ക് നമ്മളെ കുട്ടിക്ക് ഭയങ്കര അടുപ്പാണെങ്കിൽ മറ്റേ ആങ്ങളുടെ ഒരു അനിയൻ്റെ ഏട്ടൻ്റെ കുട്ടീനെ നമ്മളെടുക്കുമ്പോൾ ഈ കുട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ടല്ലോ, അവർ നമ്മളെ തല്ലാനും കുത്താനും അല്ലെങ്കിൽ നമ്മളോട് കയർക്കാനും നമ്മൾ തട്ടിയ കുഞ്ഞിന് നുള്ളാൻ വരെ വരും ചിലപ്പോൾ. അതൊരു പ്രകൃതിയെ നമ്മളെ ഉള്ളിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ ബൈക്ക് റൈഡൊക്കെ പോകുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ ബൈക്ക് എടുത്തിട്ട് പോകാത്ത സ്ഥലങ്ങളോ കാണാത്ത സ്ഥലങ്ങളൊന്നും കുറവായിരിക്കും ബൈക്ക് കൊണ്ട് പണ്ടൊക്കെ കളിക്കുന്ന സ്ഥലത്ത്. പക്ഷേ എൻ്റെ പഴയ ചാനലിൽ 1000-ലധികം സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ പാസ്വേഡ് മറന്നുപോയി. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.